പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ചപ്പെടുമാറായി തീരട്ടെ. സങ്കീർത്തന പുസ്തകത്തിൽ 18-29 വാക്യം, നിന്നാൽ ഞാൻ പടക്കൂട്ടിനേരെ പാഞ്ഞു ചെല്ലും, ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. പ്രിയപ്പെട്ടവരെ, ഈ നല്ല പകലിൽ, ഈ നല്ല ദിവസം പരിശുദ്ധാത്മാവ് ഇങ്ങനെ ദൂത് പറയുകയാണ്. ചില പടക്കൂട്ടങ്ങൾ നമുക്ക് നേരെ പാഞ്ഞു വരും, തകർത്ത് കളയാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നത്. പക്ഷേ ഇതുപോലെ ഭക്തൻ പറയും, നിന്നാൽ ഞാൻ പടക്കൂട്ടിനേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ. ഈ പകൽ ഒരു കാര്യം നിശ്ചയമാണ്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എതിർക്കാൻ എത്ര വലിയ ശക്തി വന്നാലും, തകർത്ത് കളയാൻ ആരൊക്കെ വന്നാലും തകർക്കാത്ത ഒരു ദൈവസ്ഥാനം നമ്മുടെ കൂടെയുണ്ട്. ശ്രദ്ധിക്കണേ, പടക്കൂട്ടം വന്നത് തകർത്ത് കളയാനും ഇല്ലാതാക്കാനും വേണ്ടിയാണ്. പടക്കൂട്ട ലക്ഷ്യം അവസാനിപ്പിക്കാനാണ്. പക്ഷേ നമ്മൾ ദൈവത്താൽ ചാടിക്കിടക്കും, അതിന് നേരെ പാഞ്ഞു ചെല്ലും. എത്ര പേർക്ക് ഉറപ്പാണെന്ന് പകൽക്കാലം? അതിന് നേരെ പാഞ്ഞു ചെല്ലും. ആമേൻ. പടക്കൂട്ടം നമ്മെ തകർക്കാൻ വന്ന, പക്ഷേ നമ്മുടെ കൂടെ ദൈവമുള്ളത് കൊണ്ട്. ഞാൻ ഇന്ന് പകലിൽ ഇങ്ങനെ ഒരു കാര്യം പറയട്ടെ. യുവതിനെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് കൂട്ടായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. എനിക്ക് ആ കാര്യം പറയാൻ ഭയങ്കര സന്തോഷമാണ്. കാരണം ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണല്ലോ നാം ഇന്ന് വരെയും കൃപയാൽ നിൽപ്പാനിടയായി തീർന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പടക്കൂട്ടം പാഞ്ഞു വന്നപ്പം നമ്മൾ അങ്ങോട്ട് പാഞ്ഞു ചെല്ലുക. എങ്ങനാ? ദൈവത്താല. ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ പാഞ്ഞു ചെല്ലും, നമ്മളതിനെ തോൽപ്പിക്കും. ഈ പടക്കൂട്ടം എന്ന് ഉദ്ദേശിച്ചത്, ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഒരു പക്ഷെങ്കിൽ കുടുംബ വിഷയമായിരിക്കും, കടഭാരമായിരിക്കും, സാമ്പത്തിക തകർച്ചകളായിരിക്കും, വിദ്യാഭ്യാസ സംബന്ധമായ വിഷയങ്ങളായിരിക്കും. ഇല്ലാതാക്കാൻ ജീവിതത്തിന് നേരെ പാഞ്ഞു വരുമ്പോൾ ഈ ദിവസം ശക്തിയോടെ പറയണം, ദൈവത്താൽ ഞാൻ അതിനെ പാഞ്ഞു ചെല്ലും. എന്നെ ഇല്ലാതാക്കാനാണ് വന്നേ, എന്നെ തകർക്കാനാണ് വന്നേ, പക്ഷെ ഞാൻ പാഞ്ഞു എന്ന് അതിനെ തകർത്തു കളയും, അതിൻ്റെ പിൻപിലാക്കും. പടക്കൂട്ട് നേരെ പാഞ്ഞു എന്നാൽ അത് നമ്മുടെ പുറകിലാവും, നമ്മൾ മുന്നേ കയറി ഓടും. സ്തോത്രം. മതിൽ ചാടിക്കിടക്കും. ഈ പകലിൽ മതിൽ, മുമ്പിൽ മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിവെച്ച മതിൽ, നീ ഇറങ്ങി തിരിച്ച വഴി. ഇന്ന് ഇത് കേൾക്കുന്നവരോട് പറയട്ടെ, അമ്മ തുടങ്ങി വെച്ച ബിസിനസ്, തുടങ്ങി വെച്ച വിദ്യാഭ്യാസം, തുടങ്ങി വെച്ച ജീവിതമൊക്കെ പാതി വഴിക്ക് എവിടെയൊക്കെയോ തകർച്ചകളും വീഴ്ചകളുമായിട്ടൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ, അപ്പം ഞാനൊരു കാര്യം പറയാം, അമ്മ സ്തോത്രം, അതിനെ ചാടിക്കിടക്കാൻ ദൈവം നമുക്ക് കൃപ നൽകും. അതിനെ ചാടിക്കിടക്കാൻ, പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ചാടിക്കിടക്കാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ അത്രയും പറഞ്ഞ് നിർത്തുക. ഹല്ലേലൂയ. നമുക്ക് ചിലത് ചാടിക്കിടക്കാൻ, നമ്മെ തകർക്കാൻ വന്ന ചിലതിനെ ചാടിക്കിടക്കാൻ ദൈവം നമുക്ക് കൃപ നൽകും. ദൈവം നമ്മെ ബലപ്പെടുത്തും. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ദൈവം നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമ്മെ തകർക്കാനും നമ്മെ പാതി വഴിക്ക് നിർത്താനും ദൈവം അനുവദിക്കത്തില്ല. നമ്മൾ മുന്നോട്ട് പോകുമ്പം അറിയാതെ വന്ന പടക്കൂട്ടവും മതിലും ഒക്കെ ചാടിക്കിടക്കാൻ ദൈവം നമ്മെ സഹായിക്കും. ദൈവം നമ്മെ ബലപ്പെടുത്തും. ധൈര്യപ്പെട്ട് യാത്ര ചെയ്യുക. ചില ജീവിതങ്ങളുടെ മേൽ, ബിസിനസ്സിൻ്റെ മേൽ, വിദ്യാഭ്യാസത്തിൻ്റെ മേൽ, കുടുംബങ്ങളുടെ മേൽ ദൈവസാന്നിധ്യം ഇറങ്ങട്ടെ. വലിയ ദൈവപതി അയക്കുമാറാകട്ടെ. ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര പേർക്ക് ഉറപ്പുണ്ടെന്ന് പകൽക്കാലം ദൈവം എൻ്റെ കൂടെ നിർത്തുന്ന കാലം ഒരു പടക്കൂട്ടം എന്നെ തൊടത്തില്ലെന്ന്, ഒരു മതിലും എന്നെ തടഞ്ഞു നിർത്തുന്നത് എത്ര പേർക്ക് ഉറപ്പുണ്ട്? അങ്ങനെയുള്ളവർക്ക് ആ ദൈവത്തെ സ്തുതിക്കുക. നല്ല കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇവിടെ കൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവെ, ചില പടക്കൂട്ടങ്ങൾ തകർത്തുകളയാൻ കടന്നു വരുമ്പോൾ, ചില പടക്കൂട്ടങ്ങൾ ഇല്ലാതാക്കാൻ വരുമ്പോൾ, അതിന് മുമ്പേ പാഞ്ഞു ചെല്ലുവാൻ അധികം കൃപയ്ക്കായി സ്തോത്രം. ചില മതിൽ പാതി വഴിക്ക് നിർത്തിക്കളയാനെക്കൊണ്ട് ചില മതിലിൻ്റെ ശക്തികൾ ഞങ്ങൾക്ക് നേരെ വരുമ്പോൾ അതിനെ തകർക്കുവാൻ കർത്താവെന്ന കൃപയ്ക്കായി സ്തോത്രം. അതിനെ ചാടിക്കിടക്കാവുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. കൃപ പകരും. മഹത്വം ദൈവത്തിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മതിൽ കെട്ടിയവർ അവിടെ നിർത്തിക്കെട്ടട്ടെ. മതിലവിടെ നിൽക്കട്ടെ. നമുക്ക് ചാടിക്കിടക്കാം. പടയായിട്ട് വന്നവർ ലജ്ജിച്ച് നമ്മുടെ പുറകിൽ പോട്ട് നമുക്ക് മുന്നേ കയറാം. ദൈവകൃപയും നിറയാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദൈവം മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.